എല്ലാവർക്കും സ്വാഗതം. അലീന രോഹിതിനെയും കൂട്ടിക്കൊണ്ട് പോയത് കൃഷ്ണമോൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലേ? കൃഷ്ണമോളെ കൊണ്ടുപോകാത്തതിൻ്റെ പരിഭവമാണ് കേട്ടോ കൃഷ്ണമോള് കാണിക്കുന്നത്. അപ്പോൾ രോഹിത്തിനും അലീനയ്ക്ക് എന്താ കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് എനിക്കെന്താന്ന് മനസ്സിലായി, എന്നെ കൊണ്ടുപോയതിൻ്റെ കുശുമ്പല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് എന്നും കൂടെ ശരണി ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എന്തായിരുന്നു പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അത് ഇന്ന് രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് പോയത് രോഹിത് മിച്ചം വെച്ച കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തീർക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ആ വീട്ടുകാരെയൊക്കെ ഒന്ന് രോഹിതിനെ പരിചയപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ്, അവരെങ്ങനെയുള്ള ആൾക്കാരാണെന്നൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ രോഹിയേട്ടന് അടി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിതിന് അടിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അലീന പറയുമ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര അതിശയാണ് കേട്ടോ. അപ്പോൾ അടിയൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിനക്കിപ്പോൾ അവന് അടി കിട്ടാത്തതാണോ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. രോഹിതാണ് പിന്നീട് പറയുന്നത് അവരോടൊക്കെ ഞാൻ സംസാരിച്ചു, എല്ലാവരോടും മാപ്പ് പറയുകയൊക്കെ ചെയ്തു, അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, എന്നോടൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ് അവർ പെരുമാറിയത് എന്നൊക്കെ രോഹിത് പറയാൻ കേട്ടോ. അതന്നെ രോഹിത്തും ഭയങ്കര അതിശയത്തോടു കൂടിയാണ് കേട്ടോ പറയുന്നത്. രോഹിത്തിനോട് അവർ മോശമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതൊക്കെ രോഹിത്തിനും ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ശരണീനോട് സംസാരിച്ചോ എന്ന് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. ശരണീനോടും സംസാരിച്ചു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ രോഹിത് പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോൾക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നെ കൊണ്ടുപോയില്ലെങ്കിലും നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ നടന്നല്ലോ എന്നിങ്ങനെ കൃഷ്ണമോള് പറയും. എന്നിട്ട് അലീനയോടും രോഹിത്തിനോടും ചോദിക്കുന്നുണ്ട് രണ്ടാൾക്കും കുടിക്കാൻ എന്താ വേണ്ടത്, ലൈം ജ്യൂസ് ആണോ ചായ ആണോ നോക്കിയിട്ട്. അപ്പോൾ അലീന ചായ പറയും, അതുപോലെ തന്നെ രോഹിത്ത് ലൈം ജ്യൂസും പറയും കേട്ടോ. അപ്പോൾ രണ്ടും കൂടി എടുക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരെണ്ണം എടുക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ബബ്ദേച്ചി ആണെങ്കിൽ അവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു രണ്ടുപേർക്കും ലൈം ജ്യൂസ് എടുക്കാൻ. അപ്പോൾ പറയും എന്നാൽ പിന്നെ ചായ എടുക്കാം, അതാവുമ്പോൾ ബബിതേച്ചി അവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. പിന്നീട് അലീന നേരെ ബബിതയുടെ അടുത്തേക്കാട്ടോ ചെല്ലുന്നത്. ബബിതയാണെങ്കിൽ അവിടെ ഡ്രസ്സെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബബിതയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. തിരക്കിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് പണിയുണ്ട്, അതെല്ലാം തീർക്കണം എന്നിങ്ങനെ ബബിത പറയുകയാണ് കേട്ടോ. ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ അവളെ കൂട്ടാതെ പോയതിന് അത്യാവശ്യം കേട്ടിട്ടേ ഉള്ളൂ, ഇനി നിനക്ക് പറയാനുള്ളതും കൂടെ പറഞ്ഞോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തിനാ വെറുതെ ഇങ്ങനെ അഹങ്കാരമൊക്കെ കാണിക്കുന്നത്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ ജോലി തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബബിത ജോലി തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഡ്രസ്സ് വീണ്ടും മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പോയ കാര്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ പോയ കാര്യങ്ങൾ പറയുമെന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ട് ഓ നിൻ്റെ ജോലിയുടെ ഇടയിൽ ഇനിയിപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ലേ, ജോലി നടക്കട്ടെ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ ജോലി ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ ഇനി ജോലി ചെയ്താൽ മതിയെന്ന്. എന്നിട്ട് പിന്നെ പോയ കാര്യങ്ങളൊക്കെ ബബിത ചോദിക്കുകയാണ് രോഹിയേട്ടന് അടി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിയൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിലും ഞാൻ കൂടെയുള്ളപ്പോൾ അവനെ ആരെങ്കിലും അടിക്കാൻ ഞാൻ സമ്മതിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ബബിത അതുപോലെ തന്നെ അലീന ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും അടി ഒരുമിച്ച് വാങ്ങാൻ തയ്യാറുള്ള ആളാണല്ലോ കൂടെ പോയിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് രോഹിയേട്ടന് അടി കിട്ടില്ല അത് ഉറപ്പാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അവർ ചെറിയ തമാശയിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നീടാണ് അതുപോലെ തന്നെ അലീനോട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ പോയി ഫ്രഷ് ആയിട്ട് വാ, ചായ സ്നാക്സൊക്കെ എടുത്ത് വെക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ബബിതേനെ വിളിച്ചിട്ട് അലീന ബബിതയ്ക്കൊരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കവറ്. അപ്പോൾ അവിടെ വെക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് പറ്റത്തില്ല, നിഷേധം കാണിക്കാതെ അത് വാങ്ങിക്കുമെന്ന് പറയും. അപ്പോൾ അലീനയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് ആ ബെഡിലേക്ക് അങ്ങ് എറിയും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അലീനയ്ക്ക് നീ എന്താ അത് തുറന്നു നോക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട്, അത് തീർത്തിട്ട് തുറന്നു നോക്കാമെന്നൊക്കെയാട്ടോ പറയുന്നത്. അതങ്ങ് ബെഡിലേക്ക് എറിഞ്ഞതൊന്നും അലീനയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, സങ്കടമായി കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ആ സങ്കടത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നീട് ബബിതയാണെങ്കിലും അലീന അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഓടി ചെന്ന് അതെടുത്ത് നോക്കി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ബബിതയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡ്രസ്സ്. അപ്പോൾ അത് ബബിതയുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, അതങ്ങ് ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് അലീന ബാലേന്ദ്രന് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായി എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അതെന്താ നീ ഇപ്പം അങ്ങനെ പറയുന്നത്, നിന്നോടിപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല സ്നേഹമാണല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ. പിന്നെ എന്തിനാ നീ ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ കാരണമാണ് മേഡം ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, അതിനൊരേ ഒരു കാരണം പറയുന്നത് ഞാനാണെന്നാണ് മേഡം പറയുന്നത്, അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്നൊക്കെയാണ് അലീന പറയുന്നത് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇവിടുന്ന് പോയാൽ തീരാവുന്ന പ്രശ്നമാണോ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുകയാണ് എനിക്കിവിടുന്ന് പോയേ പറ്റുള്ളൂ, എന്നാലേ മേഡം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുള്ളൂ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ അവരുടെ അമ്മേനെ തിരിച്ചു വേണമല്ലോ. അപ്പോൾ അതൊക്കെയാണ് അലീന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രന് അതൊന്നും ഒട്ടും ഇങ്ങനെ സമ്മതിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ.
അലീന അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ഒരു കുടുംബയോഗം വിളിച്ച് വൈജ ആരായിരുന്നു എന്നും അതുപോലെ തന്നെ അലീന ആരാണെന്നുള്ള സത്യമൊക്കെ വിളിച്ച് പറയും എന്ന് അലീനയോട് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്, അച്ഛനൊന്ന് ക്ഷമിക്കണം, കുറച്ച് കഴിയുമ്പോൾ എല്ലാം നേരെയാവും എന്ന് പറയാണ് കേട്ടോ. ഞാൻ കാരണമാണല്ലോ ഇവിടെ ഇത്രയും വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. ഞാൻ എൻ്റെ ജന്മരഹസ്യം സൂക്ഷിക്കണമായിരുന്നു, അതെൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയി, അത് ആരാണോ അറിയേണ്ട ആള് ആ ആളെന്നെ ആദ്യം തന്നെ അറിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പം അതെൻ്റെ തെറ്റുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഇത് പുറത്തേക്ക് പോയത് എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് ബാലേന്ദ്രന് സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുടുംബം ഇങ്ങനെ പഴയ പോലെ തിരിച്ച് നേരെയാക്കേണ്ട ഇതും എനിക്ക് ആ ബാധ്യത എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ്. എനിക്ക് ആകെ എൻ്റെ ഉദ്ദേശശുദ്ധി ഇങ്ങനെ അച്ഛൻ മനസ്സിലാക്കണം, എനിക്ക് ഇവിടെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി കഴിയണം, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ കുടുംബം രണ്ടായി പിളർന്നിട്ട് അതിൻ്റെ ഒരു കഷ്ണത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അതുപോലെ തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പം നീ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് അല്ലേ? അപ്പം എൻ്റെ മക്കൾ എന്നോട് ചോദിക്കും, ഇങ്ങനൊരവസ്ഥയിൽ സ്വന്തം മകളെ ഒരച്ഛനും കൈവിട്ട് കളയില്ല, അപ്പോൾ അവരോട് ഞാൻ എന്ത് മറുപടി പറയും എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അതിന് അച്ഛൻ്റെ മകളല്ല ഞാനെന്നുള്ള കാര്യം കൃഷ്ണമോൾക്ക് അറിയാം, ഇപ്പോൾ രോഹിത്തിനും അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രന് അതൊരു ഷോക്കാണ് കേട്ടോ. അപ്പോൾ അവൻ എങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എനിക്കത് പറയേണ്ടി വന്നു, നിവൃത്തികേട് കൊണ്ട് പറയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ആരായി, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കള്ളക്കഥ അവരോട് പറഞ്ഞത്, എന്നിട്ടിപ്പോൾ ഇങ്ങനെ മക്കളെ ഇങ്ങനെ നട്ടാ കുരുക്കാത്ത നുണ പറഞ്ഞ് പറ്റിച്ച ഒരു അധമനായി പോയില്ലേ ഞാൻ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രന് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ പോവാനുള്ള വഴിയെല്ലാം തെളിച്ച് വെച്ചിട്ടാണ്, നീ എല്ലാം തീരുമാനിച്ചിട്ടാണ് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ആരായി, നിന്നെ ഞാൻ എങ്ങനെയാണ് കണ്ടത്, ഇങ്ങനെ കൂടെ നടത്തിയത് സ്വന്തം മകളെപ്പോലെയല്ലേ കൂടെ നടത്തിയത്, എന്നിട്ടിപ്പോൾ നീ തന്നെ അച്ഛനെ തള്ളി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടിയും ദേഷ്യത്തോടു കൂടിയൊക്കെയാണ് കേട്ടോ. സങ്കടം ദേഷ്യമൊക്കെ വരുന്നുണ്ട് ബാലേന്ദ്രന്. അതുപോലെ തന്നെ മാഡം ഇങ്ങോട്ട് തിരിച്ചു വന്ന് കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് അലീന നേരത്തെ പറഞ്ഞല്ലോ. ആദ്യം പറയുമ്പോൾ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് വൈജ എങ്ങനെ വിജയശ്രീലാളിതയായി ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് എനിക്ക് അംഗീകരിക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. വൈജയനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ തന്നെ എപ്പോഴും പറയാറില്ലേ, അച്ഛൻ തന്നെയല്ലേ ഇപ്പോൾ ജയിച്ച് നിൽക്കുന്നത്, അച്ഛനെ ഇങ്ങനെ മാഡത്തിനെ തോൽപ്പിക്കാനുള്ള ആയുധം അച്ഛൻ്റെ കയ്യിൽ എങ്ങനെ ഉണ്ടെന്ന് അച്ഛൻ തന്നെ പറയാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയാണെങ്കിലും 22 വർഷം ഇങ്ങനെ ബാലേന്ദ്രനെ ചതിച്ച കാര്യമൊക്കെ അലീനയ്ക്ക് അറിയാവുന്നതാണല്ലോ. ബാലേന്ദ്രൻ അതും എടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഈ പ്രസ്ഥാനം ഇങ്ങനെ എൻ്റെ ദിക്കിനനുസരിച്ചാണ് ഞാൻ കൊണ്ടുപോകേണ്ടത്, ഇനിയിപ്പോൾ വൈജ പറയുന്നത് കേട്ട് ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് അലീന പോവുകയാണെന്ന് പറയുമ്പോഴേ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അലീന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴാണ് ബാലേന്ദ്രന് ആകെ സങ്കടമാവുന്നത്. അലീന എല്ലാം വഴിയും തെളിച്ച് വെച്ചിട്ടാണ് ബാലേന്ദ്രനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നീ പോയിക്കോ, ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിനക്ക് പോകണമെങ്കിൽ നീ പോയിക്കോ, ഞാൻ തടസ്സം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ സങ്കടത്തിലൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോൾ അലീനയ്ക്കും നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. അലീന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ രോഹിത്ത് പറഞ്ഞല്ലോ ഇപ്പോൾ ബാലേന്ദ്രൻ്റെ മകളല്ല അലീന എന്നുള്ളത്, അതാണ് ബാലേന്ദ്രന് കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അലീനയോട് പോയിക്കൊള്ളാൻ തന്നെയാണ് ഇങ്ങനെ ബാലേന്ദ്രനും പറഞ്ഞത്. അലീന വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കുന്ന സമയത്ത് വേണ്ട പോയിക്കോ, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് അങ്ങ് കാണിക്കും കേട്ടോ. അപ്പോൾ അലീന ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് പിന്നീട് ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ താഴെ സ്റ്റെയർ കേസ് ഇറങ്ങുന്ന സമയത്തൊക്കെ അലീന കരയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ബബിത ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ബബിത ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, അലീന അങ്ങനെ കരഞ്ഞ് കണ്ണ് തുടയ്ക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അലീന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ബബിത ചോദിക്കുന്നുണ്ട്, എന്തിനാ അലീന ചേച്ചി കരഞ്ഞത്, എന്താ അച്ഛനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ വഴക്കുണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അലീന കരഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് കേട്ടോ ബബിതയോട് പറയുന്നത്. അപ്പോൾ ബബിതയ്ക്ക് അറിയാലോ, ബബിത അവിടെ കണ്ടതാണ് അലീന കരഞ്ഞിട്ട് കണ്ണ് തുടയ്ക്കുന്നതൊക്കെ. അപ്പോൾ ബബിത അലീനയോട് പറയുന്നുണ്ടായിരുന്നു, തല പോയാലും സത്യം പറയരുത് കേട്ടോ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഓടി നടന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മനസ്സിലുള്ളത് തുറന്ന് പറയരുത് കേട്ടോ എന്ന് ബബിത കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ അലീനയോട് പറയുന്നത്. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ അങ്ങ് റൂമിലേക്ക് കയറിപ്പോയിട്ട് ഡോറങ്ങ് അടയ്ക്കും കേട്ടോ. അപ്പോൾ ബബിതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് ബബിത നേരെ രോഹിത്തിൻ്റെയും കൃഷ്ണയുടെയും അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്.
അവർ രണ്ടുപേരും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ചെന്നിട്ട് കാര്യം പറയും. അലീന ചേച്ചി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനായിരിക്കും പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബബിതേച്ചി ചോദിച്ചില്ലേ എന്നിങ്ങനെ കൃഷ്ണമോള് ചോദിക്കുമ്പോൾ ചോദിക്കാഞ്ഞിട്ടാണോ, ചോദിച്ചാലും പറയില്ല, കരഞ്ഞത് ഞാൻ മുഖം കണ്ടാൽ നമുക്കറിയില്ലേ, ചോദിച്ചപ്പോൾ കരഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ കൃഷ്ണമോളാണെങ്കിലും ആലോചിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ ചേച്ചി പോകുന്ന കാര്യം അച്ഛനോട് പറഞ്ഞു കാണും, അച്ഛൻ അതിന് സമ്മതിച്ചും കാണില്ല, അതായിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അച്ഛനമ്മമാർ പറഞ്ഞാൽ അനുസരിക്കണം എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ചേച്ചിയല്ലേ, അപ്പം അച്ഛൻ്റെ മകളല്ലേ അലീന ചേച്ചി, അപ്പം അച്ഛൻ പറഞ്ഞാൽ ചേച്ചി അനുസരിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രോഹിത് പറയാണ്, അതിന് ചേച്ചി അച്ഛൻ്റെ മകളല്ലല്ലോ എന്നിങ്ങനെ പറയും, മകളായിട്ട് വേണ്ടേ എന്ന് പറയും. അപ്പോൾ ബബിതയാണെങ്കിൽ ഒരു സംശയത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലാന്ന് രോഹിത് പറയാണ്. അപ്പോൾ ഒരു ഞെട്ടലോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ബബിതേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അലീന എന്തായാലും പോകാൻ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൃഷ്ണമോള് തറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ബബിതയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ചേച്ചിയാണല്ലോ എന്നോർത്താണ്, ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരോടും ഇങ്ങനെ നമ്മുടെ ചേച്ചിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞോ എന്നിങ്ങനെ ബബിതയോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബബിത ചെന്ന് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ കാര്യം തന്നെ, അലീന അങ്ങനെ ബാലേന്ദ്രൻ്റെ മകളല്ലേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും മകളല്ല എന്നുള്ള സത്യം ബബിതയോട് പറയുന്നുണ്ട്. എൻ്റെ മകളല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ നീ അവളോട് ചോദിക്കണം എന്ന് ബബിതയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ അലീനയോട് ചെന്ന് ബബിത ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതുവരെ ഞങ്ങളെ ഇങ്ങനെ കള്ളം പറഞ്ഞ് പറ്റിക്കായിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്കും വിഷമാവുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രനും അലീനയും കൂടി സംസാരിക്കുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിലും അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അല്ലായിരുന്നു മോളെ എൻ്റെ ബലം, നീയല്ലേ എന്നെ താങ്ങി നിർത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയ്ക്കും വിഷമമായിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആദ്യം അച്ഛാന്ന് വിളിച്ചത് ആരെയാണ്, അച്ഛനെയല്ലേ, ആ വിളിച്ചപ്പോൾ കിട്ടിയ സന്തോഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരിക്കലും കിട്ടാത്ത ഒരു സന്തോഷമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്